നമസ്കാരം, മാസ്റ്ററിങ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ അടുത്ത ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെർച്ച് എഞ്ചിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ സോഷ്യൽ നെറ്റ്വർക്കിനെ കുറിച്ചൊക്കെയാണ്. സെർച്ച് എഞ്ചിൻ എന്താണെന്ന് നമുക്ക് നോക്കാം. സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു വെബ്സൈറ്റ് ആണ്. മറ്റുള്ള വെബ്സൈറ്റുകളിലേക്കുള്ള ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന വെബ്സൈറ്റിനെയാണ് എന്ത് പറയുന്നത്? സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വെബ്സൈറ്റുകളാണ് ഏതെന്ന് പറയുന്നത്? സെർച്ച് എഞ്ചിൻ. നമുക്ക് എന്തുണ്ടെങ്കിലും നമ്മൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഗൂഗിളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെർച്ച് ചെയ്ത് നോക്കുന്നത്. ഇതിന് എന്ത് പറയാം? നമുക്ക് സെർച്ച് എഞ്ചിൻ എന്ന് പറയാം. അപ്പോൾ സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ വെബ്സൈറ്റ് ദാറ്റ് പ്രൊവൈഡ് ലിങ്ക് ടു അതർ വെബ്സൈറ്റ്. മറ്റുള്ള വെബ്സൈറ്റുകളിലേക്കുള്ള ലിങ്ക്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന വെബ്സൈറ്റിനെയാണ് എന്ത് പറയുന്നത്? സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ വെബ്സൈറ്റുകളും വെബ് ബ്രൗസറുകളുടെയൊക്കെ പേരുകൾ തന്നിട്ട് സെർച്ച് എഞ്ചിനൂടെ തന്നിട്ട് ചോദിക്കും, ഇതിൽ സെർച്ച് എഞ്ചിൻ ഏതാണ്, അല്ലെങ്കിൽ സെർച്ച് എഞ്ചിൻ അല്ലാത്തത് ഏതാണ്? ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്? ഡിസൈൻഡ് ടു സെർച്ച് ഇൻഫർമേഷൻസ് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്? നമ്മുടെ സെർച്ച് എഞ്ചിൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഫസ്റ്റ് സെർച്ച് എഞ്ചിൻ ഏതാണെന്ന് ചോദിച്ചാൽ ആർച്ചി ആണ്. ആച്ചി എന്നാണ് പറയുന്നത്. ആച്ചി ആണ് നമ്മുടെ ഫസ്റ്റ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. എന്നാണ് വന്നത്? 1990. ഇനി ഇന്ത്യ ഡെവലപ്പ് ചെയ്ത സെർച്ച് എഞ്ചിൻ ഏതാണെന്ന് ചോദിച്ചാൽ ഗുരുജി ആണ് സെർച്ച് എഞ്ചിൻ ഡെവലപ്ഡ് ബൈ ഇന്ത്യ. അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റിൻ്റെ ഒരു സെർച്ച് എഞ്ചിൻ ഉണ്ട്, അതാണ് ബിങ്. നമ്മളെല്ലാം യൂസ് ചെയ്യുന്നതാണ് ബിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ സെർച്ച് എഞ്ചിൻ എക്സാമ്പിൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഗൂഗിള്, യാഹൂ, ബിങ്, ആസ്ക്.com, അതുപോലെ തന്നെ വിസ്റ്റ, എക്സൈറ്റ്, അതുപോലെ തന്നെ വാൻഡെക്സ്, ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ്? സെർച്ച് എഞ്ചിൻ എക്സാമ്പിളാണ്. അപ്പോൾ കുറേ സെർച്ച് എഞ്ചിൻസിൻ്റെയൊക്കെ പേരുകൾ പഠിച്ചു വെക്കുക. എന്നാൽ മാത്രമേ ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് സെർച്ച് എഞ്ചിൻ ഏതാണ്, അല്ലെങ്കിൽ വെബ് ബ്രൗസർ ഏതാണ്, വെബ് ബ്രൗസറുകളുടെ എല്ലാം പേര് പഠിച്ചു വെക്കുക. അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഞാൻ തന്നിട്ടുള്ള അല്ലാതെയുള്ള സെർച്ച് എഞ്ചിൻസ് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ അതും പഠിച്ചു വെക്കുക. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേയൊക്കെ മനസ്സിലാവും എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന്. സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ള വെബ്സൈറ്റിലേക്കുള്ള ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന വെബ്സൈറ്റുകളെ അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള വെബ്സൈറ്റുകളെയാണ് എന്ത് പറയുന്നത്? സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. ഇന്ത്യ ഡെവലപ്പ് ചെയ്ത സെർച്ച് എഞ്ചിൻ ഗുരുജി ആണ്. മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്തത് ബിങ് ആണ്. ഫസ്റ്റ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത് ആച്ചി ആണ്. അതുപോലെ തന്നെ സെർച്ച് എഞ്ചിൻ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഗൂഗിള്, യാഹൂ, ബിങ്, ആസ്ക്.com, വിസ്റ്റ, ഇതെല്ലാം എന്താണ്? സെർച്ച് എഞ്ചിൻ എക്സാമ്പിളാണ്. ഇനി നോക്കിയേ, എന്താണ് സെർച്ച് എഞ്ചിൻ? എന്താണ്? സെർച്ച് എഞ്ചിൻ ദാറ്റ് കളക്ട് റിസൾട്ട് ഫ്രം അതർ സെർച്ച് എഞ്ചിൻ. അതായത് ഒരു സെർച്ച് എഞ്ചിൻ മറ്റ് സെർച്ച് എഞ്ചിനിൽ നിന്നും റിസൾട്ടുകൾ കളക്ട് ചെയ്യുവാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? മെറ്റാ സെർച്ച് എഞ്ചിൻ എന്ന് പറയാം. അപ്പോൾ സെർച്ച് എഞ്ചിൻ കളക്ട് റിസൾട്ട് ഫ്രം അതർ സെർച്ച് എഞ്ചിൻ ആണ് ഇത് മെറ്റാ സെർച്ച് എഞ്ചിൻ. ഇനി നോക്കിയേ, സന്താൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ടൂറിസം റിലേറ്റഡുമായിട്ടുള്ള കൊറീസസ് ഒക്കെ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ടൂറിസം റിലേറ്റഡുമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സെർച്ച് എഞ്ചിനാണ് ഇത് സന്താൻ. സെർച്ച് എഞ്ചിൻ ടു സെർച്ച് ടൂറിസം റിലേറ്റഡ് കൊറീസ്. അപ്പോൾ ടൂറിസവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ സെർച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഏതാണ്? സന്താനാണ്. ആരാണ് ഡെവലപ്പ് ചെയ്തത്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, ഡയറ്റി എന്ന് പറയും. ഡയറ്റി അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ആണ് നമ്മുടെ സന്താൻ എന്ന് പറയുന്ന സെർച്ച് എഞ്ചിൻ ഡെവലപ്പ് ചെയ്തത്. ഇനി നമുക്ക് നോക്കാം, എന്താണ് സോഷ്യൽ നെറ്റ്വർക്കിംഗ്? നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നതാണ് എന്താണ്? സോഷ്യൽ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. എന്താണ് സോഷ്യൽ നെറ്റ്വർക്കിംഗ്? ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു വെബ് ബേസ്ഡ് പ്ലാറ്റ്ഫോം ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? പീപ്പിൾസ്, ആളുകൾക്ക് അവരുടെ ഇൻട്രസ്റ്റ് ആക്ടിവിറ്റീസ് ഒക്കെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വെബ് ബേസ്ഡ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഷ്യൽ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. നോക്കി, ഇറ്റ് ഈസ് എ വെബ് ബേസ്ഡ് പ്ലാറ്റ്ഫോം ടു ബിൽഡ് സോഷ്യൽ നെറ്റ്വർക്ക് എമംഗ് പീപ്പിൾ. ആളുകൾക്ക് ഇടയിൽ എന്തുണ്ടാക്കാൻ വേണ്ടിയിട്ട്? സോഷ്യൽ നെറ്റ്വർക്ക്, അല്ലെങ്കിൽ ഒരു സോഷ്യലി ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള വെബ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമാണ് എന്തെന്ന് പറയുന്നത്? സോഷ്യൽ നെറ്റ്വർക്ക്. ഇതെന്ത് ചെയ്യുന്നു? പല ഭാഗത്തുള്ള ആൾക്കാരെയും കണക്ട് ചെയ്യുന്നു, ഇല്ലേ?
ഇപ്പോൾ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന ഇപ്പം നമ്മുടെ നാട്ടിലിരിക്കുന്ന ഒരാൾക്ക് വിദേശത്തുള്ള ഒരാൾക്കും തമ്മിൽ എന്താകാം, ഫ്രണ്ട്സ് ആകാം, അവർക്ക് അവരുടെ ഇൻട്രസ്റ്റുകൾ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാം, പലതരം ആക്ടിവിറ്റീസിൽ ഏർപ്പെടാം. ഇതിനെല്ലാം വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഒരു പ്ലാറ്റ്ഫോമാണ് എന്ത് പറയുന്നത്, സോഷ്യൽ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഹാവിങ് സെയിം ഇൻട്രസ്റ്റ് ആക്ടിവിറ്റീസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട്, ഒരേ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് തമ്മിൽ എന്ത് ചെയ്യാം, ഇൻഫർമേഷൻസ് ഒക്കെ ഷെയർ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. സോഷ്യൽ നെറ്റ്വർക്കിങ്ങിന് എക്സാമ്പിളാണ് നമ്മുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, വാട്സാപ്പ്, ഗൂഗിൾ പ്ലസ്, സ്കൈപ്പ്, ഇൻസ്റ്റഗ്രാം എല്ലാം എന്താണ്, പല രീതിയിലുള്ള സോഷ്യൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോംസ് ആണ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് ആണ്. ഇനി നോക്കി, മെസ്സേജിങ് ആപ്ലിക്കേഷൻ ഓൺഡ് ബൈ ഫേസ്ബുക്ക് സ്വന്തമാക്കിയ മെസ്സേജിങ് അല്ലെങ്കിൽ ചാറ്റിന് പ്രസക്തി കൊടുക്കുന്ന ഇൻസ്റ്റന്റ് മെസ്സേജിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, വാട്സപ്പ് ആണ്. ആരുടെയാണ്, ഫേസ്ബുക്കിൻ്റെ ആണ് ഏതെന്ന് പറയുന്നത്, ഇപ്പോൾ വാട്സപ്പ് എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, ഈ വാട്സപ്പിൻ്റെ ഫൗണ്ടേഴ്സ് ആരൊക്കെയാണ്, ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ജാൻ കൗം ആൻഡ് ബ്രയാൻ ആക്ടൻ ആണ് വാട്സപ്പ് ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത്. ജാൻ കൗം ആൻഡ് ബ്രയാൻ ആക്ടൻ ആണ്. നോക്കിയേ, അതുപോലെ തന്നെ ഉള്ള ഒരു മെസ്സേജിങ് ആപ്ലിക്കേഷൻ ആയിരുന്നു അല്ലെങ്കിൽ ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആപ്ലിക്കേഷനാണ് ഏതെന്ന് പറയുന്നത്, ഓർക്കുട്ട് എന്ന് പറയുന്നത്. ഏതിൻ്റെയാണ്, ഗൂഗിളിൻ്റെ ആയിരുന്നു ഓർക്കുട്ട് എന്ന് പറഞ്ഞത്. 2014 സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളതാണ് ഓർക്കുട്ട് എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, നമ്മൾ വേൾഡ് വൈഡ് ആയിട്ട് SMS ഒക്കെ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അതേപോലെ ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആപ്ലിക്കേഷനാണ് ഏതെന്ന് പറയുന്നത്, ട്വിറ്റർ എന്ന് പറയുന്നത്. ട്വിറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്, ജാക്ക് ഡോസി ആണ്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ട്വിറ്റർ കൊണ്ടുവന്ന ആരാണ്, ജാക്ക് ഡോസി ആണ് ട്വിറ്റർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ കൊണ്ടുവന്നത്. ഇനി ഈ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യുന്ന മെസ്സേജസിന് നമ്മൾ പറയുന്ന ഒരു പേരുണ്ട്, ട്വീറ്റ്സ് എന്നാണ് പറയുന്നത്. ട്വീറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ട്വിറ്ററിൽ മെസ്സേജസ് പോസ്റ്റ് ചെയ്യുക, അങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന മെസ്സേജസിനെ ട്വീറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ട്വിറ്ററിൻ്റെ ഒരു മ്യൂസിക് ആപ്ലിക്കേഷൻ ഉണ്ട്, അതിനെ അറിയപ്പെടുന്നത് മ്യൂസിക് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി നോക്കിയേ, ബ്ലോഗ് അല്ലെങ്കിൽ വെബ് ബ്ലോഗ്. എന്താണ് ബ്ലോഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന വാക്കാണ് ബ്ലോഗ് എന്ന്. എന്താണ് ബ്ലോഗ്? ഇറ്റ് ഈസ് എ ഡിസ്കഷൻ ഓർ ഇൻഫോർമേഷണൽ സൈറ്റ് ഓൺ ദ വേൾഡ് വൈഡ് വെബ്. അതായത് വേൾഡ് വൈഡ് വെബായിട്ട് അല്ലെങ്കിൽ വേൾഡ് വൈഡ് വെബിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കഷൻസ് ചെയ്യാം, പല ടോപ്പിക്കുകളെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു വെബ്സൈറ്റിനെയാണ് എന്ത് പറയുന്നത്, ബ്ലോഗ് അല്ലെങ്കിൽ വെബ് ബ്ലോഗ് എന്ന് പറയുന്നത്. ദ വേർഡ് വെബ് ബ്ലോഗ് ഈസ് കോയിൻഡ് ബൈ, ആരാണ് കൊണ്ടുവന്നത് ഈ വെബ് ബ്ലോഗ് എന്ന് പറയുന്ന വേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്, ജോൺ ബർഗർ. 1997 ജോൺ ബർഗർ ആണ് ഈ വെബ് ബ്ലോഗ് എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്നത്. ഈ ബ്ലോഗ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് യൂസ് ചെയ്ത ആരാന്ന് ചോദിച്ചാൽ പീറ്റർ മെർഹോൾസ് ആണ് ഇത് ആദ്യമായിട്ട് യൂസ് ചെയ്തത്. പീറ്റർ മെർഹോൾസ് ആണ് ബ്ലോഗ് എന്ന് പറയുന്ന ഈ വാക്ക് ആദ്യമായിട്ട് യൂസ് ചെയ്തത്. ഇനി നോക്കിയേ, പോസ്റ്റ് എന്നൊക്കെ പറയത്തില്ലേ, നമ്മൾ ഇൻഫർമേഷൻ റൈറ്റ് ചെയ്യുന്ന ബ്ലോഗിൽ റൈറ്റ് ചെയ്യുന്ന ഇൻഫർമേഷൻസിനെയാണ് എന്ത് പറയുന്നത്, പോസ്റ്റ് എന്ന് അറിയപ്പെടുന്നത്. ഇനി അടുത്തത് നോക്കിയേ, ഫേസ്ബുക്ക് ആണ്. ഫേസ്ബുക്ക് സ്റ്റാർട്ട് ചെയ്തത് എന്നാണ്, 2004 ഫേസ്ബുക്ക് സ്റ്റാർട്ട് ചെയ്തത്. ആരാണ് ഫേസ്ബുക്കിന്റെ ഫൗണ്ടർ എന്നറിയപ്പെടുന്നത്, മാർക്ക് സക്കർബർഗ് ആണ് ഫേസ്ബുക്കിന്റെ ഫൗണ്ടർ എന്നറിയപ്പെടുന്നത്. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫേസ്ബുക്കിന്റെ പേരന്റ് കമ്പനി എന്നറിയപ്പെടുന്നത് ഏതാണ്, മെറ്റ ആണ്. അതുപോലെ തന്നെ ഇതിന്റെ കോളിംഗ് ആപ്പ് അറിയപ്പെടുന്ന പേര് ക്യാച്ചപ്പ് എന്നാണ്. അതുപോലെ തന്നെ വീഡിയോ ആപ്പ് അറിയപ്പെടുന്നത് ലാസോ എന്നാണ്. ഇനി നോക്കിയേ, ഫീച്ചർ ടു അലോ ഷെയർ ലൊക്കേഷൻ ഇൻ വാട്സപ്പ് വഴി നമ്മുടെ ലൊക്കേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഇത് ലൈവ് ലൊക്കേഷൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ വാട്സപ്പ് വഴി നമ്മുടെ ലൊക്കേഷൻസ് ഷെയർ ചെയ്യാനുള്ള ഒരു ഫീച്ചറിനെ അറിയപ്പെടുന്നത് ലൈവ് ലൊക്കേഷൻ എന്നാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ സോഷ്യൽ നെറ്റ്വർക്കിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ സെർച്ച് എഞ്ചിനെ പറ്റിയിട്ടൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ക്ലാസ്സുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടുതൽ ക്ലാസ്സുകളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകളുടെ PDF നോട്ട്സ് ആവശ്യമുള്ളവർ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ചാനലിൻ്റെ ലിങ്കിന് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഡിസ്ക്രിപ്ഷനിലും ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്, ആവശ്യമുള്ളവർ ജോയിൻ ചെയ്യുക. താങ്ക് യു.